ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉള്ളിവടയും അതിനുള്ള ചട്ടനിയും കൂടിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കിലോ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കിലോ ഉള്ളിയിൽ ഒരു ഉള്ളി ബാലൻസ് വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചമുളകാണ് ഇതെടുത്തുള്ളത്. കുട്ടികളൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ പച്ചമുളക് മിക്സിയിലിട്ട് അരച്ചിട്ടാൽ മതി. കുറച്ച് കറിവേപ്പിലയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇഞ്ചി പച്ചമുളകൊക്കെ അരച്ചിട്ടാൽ ഇപ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ വെട്ടിയിടുമ്പോൾ അതെടുത്ത് മാറ്റേണ്ടി വരും. അരച്ചിടുകയാണെങ്കിൽ കഴിക്കുമ്പോൾ അങ്ങനെ കൂടെ കഴിക്കും. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പാകത്തിന് ഉപ്പ് ഇടുക. പിന്നെ 1/4 കിലോ മൈദയാണ് ഇതിലേക്ക് ഇടുന്നത്. 1/4 കിലോ മൈദ. ഇത് കടലമാവാണ്, 100 ഗ്രാം. നന്നായി മിക്സ് ചെയ്ത് എടുത്ത് വെച്ചാൽ മഞ്ഞൾപ്പൊടി ഇട്ട് വേണമെങ്കിൽ ഇട്ടാൽ ഒരു മഞ്ഞ കളർ വരാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്ത് എടുത്ത് വെച്ചാൽ ഉള്ളിവട റെഡിയാക്കുമ്പോൾ നമ്മൾ 1/2 മണിക്കൂർ വെക്കണം മാവ്. ഇത് നമ്മുടെ ചെറിയ ഉള്ളിവട കേട്ടോ. നമ്മൾ കടയിലൊക്കെ 1 രൂപ കടി എന്നൊക്കെ പറഞ്ഞ് പണ്ട് കഴിച്ചിട്ടില്ലേ, അതുപോലത്തെ കടിയാണ്. ഉള്ളി അതേപോലെ വളരെ നൈസായിട്ട് കട്ട് ചെയ്യണം, അപ്പോഴേ ഉള്ളിവടയ്ക്ക് ടേസ്റ്റായിട്ടുണ്ടാവുള്ളൂ. അതേമാതിരി നമ്മുടെ എണ്ണയിലേക്ക് മാവിടുന്ന സമയത്ത് കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണ് ആ വെള്ളത്തിൽ കൈ വയ്ക്കുന്നത്. നമ്മൾ വെള്ളത്തിലൊന്ന് കൈ മുക്കിയിട്ട് ആ മാവ് എടുത്തിടുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇടാൻ പറ്റും. അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും മാവ്. ഉള്ളിവട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ ശരിക്കും. ചട്ടിനിയിലേക്കുള്ള ഉള്ളിയാണ് റെഡിയാക്കുന്നത്. ചട്നിക്ക് വേണ്ടത് ഒരു ഉള്ളി, കുറച്ച് പൊട്ടുകടല, ഒരു തക്കാളി, പച്ചമുളക്, പിന്നെ ഒരു തുണ്ട് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്. മുളക് പൊടി കാശ്മീരിയുടെ നല്ലത്, കളറിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ഇടുന്നത്. ചുവപ്പ് കളർ വരാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ഇടുന്നത്. അപ്പോൾ നമ്മുടെ ചട്നി റെഡിയാണ്. അപ്പോൾ മറക്കാതെ നിങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ഇതൊക്കെ ചെയ്തോളാം.